പെണ്ണാണാൻ വന്നിട്ട് ഒന്നും സംസാരിക്കാതിരിക്കണ ശരിയല്ലല്ലോ. കുട്ടി ബഷീറിന്റെ പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ? ലെറ്റർ വാങ്ങിയെന്നുള്ളത് നേരാണ്, പക്ഷെ സത്യമായിട്ടും ഞാൻ അത് കീറിക്കളഞ്ഞു. വാപ്പാ ചായയോടെ മതിയാക്കി പോവാ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെ ചെയർ കൊണ്ടടിച്ചത്? അത് പിന്നെ ടേബിളിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അടുക്കളയിൽ ഒരു സാധനം ഇല്ല, അരിയില്ല, മല്ലിയില്ല, മുളവില്ല, ഉപ്പില്ല, ഒരു സാധനം ഇല്ല. നിന്റെ വായിന്ന് ഉണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി. എന്നാ ഞാൻ ഉണ്ടെന്ന് പറയാം. അത് പറ. ഈ വീട്ടിൽ അരിയുടെ കുറവുണ്ട്, മല്ലിയുടെ കുറവുണ്ട്, മുളകൊടിയുടെ കുറവുണ്ട്. ഹലോ, ഡോക്ടർ അല്ലേ? അതെ, ഡോക്ടറാണ്. ആ ഡോക്ടർ, എന്റെ ഭർത്താവിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ അസുഖം എന്താണെന്ന് പറയേ. മൂപ്പര് ഉറക്കത്തിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇതിപ്പോ നിർത്താൻ എന്താ ചെയ്യാ? ഇത് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ പകല് മൂപ്പരനെ സംസാരിക്കാൻ അനുവദിച്ചാൽ മതി. ഞമ്മക്ക് നമ്മുടെ ജീവിതത്തിൽ ചീഞ്ഞതൊരൊറ്റ ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ. അത് എന്റെ അടുത്ത് തന്നെ ഉണ്ട്. എടുത്തു നമ്മൾ കാണില്ലേലോ. തൊട്ട് കാണിച്ചാൻ പറ്റൂല, തുപ്പി കാണിച്ചരാ. എന്നാ തുപ്പി. അല്ലോ നമ്മളോ. അമ്മ എനിക്ക് വയറുവേദന എടുക്കണ. അമ്മ എനിക്ക് വയറുവേദന എടുക്കണ. എടാ, നീ പോയിട്ട് വയറ് നിറയൊന്നും ഭക്ഷണം കഴിക്കടാ. വയറ്റിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വയറുവേദന എടുക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ ചെടുക്കെടുക്ക് തലവേദന എടുക്കണേ. വല്ലാത്ത മതി. അത് തന്നെ. തനിക്ക് പ്രണയമുണ്ടോ? എന്റെ അച്ഛൻ അറിഞ്ഞാ എന്നെ അങ്ങ് കൊല്ലും. പ്രണയമില്ലാത്തൊരു കുട്ടിയെ കിട്ടിയല്ലോ. ആ 4 പേരുടെ പേര് ഞാൻ മാഷിനോട് മാത്രം പറയാം, അച്ഛനോട് പറയല്ലേ. ഇല്ല, കുട്ടിക്കാലത്ത് ചെറുപ്പത്തില് മാഷിനുണ്ടായിട്ടുണ്ടോ പ്രണയം? ധന്യ, ഈ വിനയചന്ദ്രൻ മാഷിനെ കണ്ട പ്രണയമൊന്നും ഇല്ലാത്ത ഒരു മൊണ്ണയാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ്. മൊണ്ണയാണല്ല, പ്രണയം ഇല്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല. കുഞ്ഞുനാളിലെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രണയമെങ്കിലും ഉണ്ടായിരിക്കും. ധന്യ, അന്നും ഇന്നും എന്നും എന്റെ പ്രണയം നളിനിയോടും ലീലയോടും വാദത്തോടൊക്കെ ആയിരുന്നു. ആന്റിമാരോടാണല്ലേ കമ്പം. ആശാന്റെ സൃഷ്ടികളാ. സ്വന്തം ആശാൻ പഠിപ്പിക്കുന്ന ആശാന്റെ മക്കള് പോലും ഇയാൾ വൃത്തിപ്പെടുത്തില്ല. കുമാരനാശാന്റെ സൃഷ്ടികളാണ്. കവിയാ കവി. അതാരാ അത്? കുമാരനാശാൻ അറിയില്ലേ? ഇല്ല. വീട് എവിടെയായിരുന്നു? കറക്റ്റ് ആറ്റിങ്ങല്. ആറ്റിങ്ങല്ലേ? ആറ്റിങ്ങന്ന് കുറച്ച് മുന്നോട്ട് മാറിയിട്ട് തോന്നക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കണ്ടിട്ടുണ്ട് ഒരു പ്രതിമ, ഒരു സ്മാരകം പോലെ പുല്ലൊക്കെ കണ്ടിട്ടുണ്ട്. അത് അച്ചപ്പക്കടയല്ല, അതാണ് കുമാരനാശാന്റെ പ്രതിമ. പോയി നോക്കണം. എടാ, മീൻ ഐസ് അല്ലാതെ പിന്നെ നിക്കറിടിച്ച് നിർത്താൻ പറ്റുവോടാ? വിഷമടിച്ച മീനാണോന്നാ ചോദിച്ചത്. ആണോ? ചൂര അയിലേം കൂടെ മുടിഞ്ഞ പ്രേമം. വീട്ടുകാരാണെ ഭയങ്കരമായിട്ട് എതിർത്ത്. 2 പേരും കൂടി വിഷം അടിച്ച് ചത്ത് ദാ കിടക്കുന്നു. കിലോ 360. എടുക്കണമെന്നുണ്ട്. ഒന്ന് മൂളിയാ മതി, എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തും. വല്ല നടക്കൂ? നടക്കുകയല്ലോ പപ്പ. എന്താ? ഓ, ചത്ത മീൻ അങ്ങനെ എണീച്ച് നടക്കാനാടാ? ഇവിടെ ഇരുന്നതും ചീഞ്ഞത് വായിന്ന് വരുന്നത്